അർജുന് വിട നൽകി ജന്മനാട് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അന്ത്യാഞ്ജലി അർപ്പിച്ച് വൻ ജനസഞ്ചയമാണ് ഉണ്ടായിരുന്നത്. കണ്ണീരോടെ വിട ചൊല്ലിയുറ്റവർ. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എങ്ങനെയാണ് അവിടുത്തെ വിവരങ്ങൾ? കാളിദാസ്, അർജുന്റെ മൃതദേഹം ഇപ്പോൾ സംസ്കരിച്ചു കഴിഞ്ഞു. അഗ്നി നാളങ്ങൾ അർജുന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഇന്നലെയാണ് കാർവാറിൽ നിന്നും അർജുന്റെ ഭൗതികദേഹവുമായി ഉള്ള യാത്ര തുടങ്ങിയത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അവിടെ നിന്നും പുറപ്പെട്ടത്. കർണാടക സർക്കാരിന്റെ ആംബുലൻസിൽ പുറപ്പെട്ട ആ യാത്ര പിന്നീട് ഷിരൂരിൽ ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് ആംബുലൻസിൽ ഈ മൃതദേഹം അല്പനേരം വെച്ചു. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കേരള അതിർത്തിയിൽ കേരള പോലീസ് അധികൃതരാണ് ആദ്യം മൃതദേഹം ഏറ്റുവാങ്ങിയത്. പിന്നീട് സംസ്ഥാന സർക്കാരിന് വേണ്ടി വനമന്ത്രി AK ശശീന്ദ്രൻ ഈ മൃതദേഹം വടകര അഴിയൂരിൽ, കോഴിക്കോട് ജില്ലാ അതിർത്തിയായ വടകര അഴിയൂരിൽ ഏറ്റുവാങ്ങി. പൂളാടിക്കുന്നിൽ വെച്ച് അർജുന്റെ സഹപ്രവർത്തകരായ ലോറി ഡ്രൈവർമാർ ഈ മൃതദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. പിന്നീട് പാറോപ്പടി റോഡ് വഴി കണ്ണാടിക്കൽ, അർജുന്റെ നാടായ കണ്ണാടിക്കൽ ടൗണിലേക്ക് എത്തിച്ചു. അവിടെയാണ് അർജുൻ ജീവിതത്തിന്റെ വലിയൊരളവ് ചെലവഴിച്ചിരുന്നത്. തന്റെ യൗവനവും ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തന കാലവും എല്ലാം തന്നെ ചെലവഴിച്ച അവിടെ നിരവധി ആളുകളാണ് അർജുന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിരുന്നത്, ഒഴുകിയെത്തിയത്. രാവിലെ 6 മണി മുതൽ തന്നെ ജനങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ എത്തിയിരുന്നു. ഈ ഒരു മൃതദേഹത്തെ കർണാടകയിൽ നിന്നും കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ, ഒപ്പം തന്നെ മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, ഈ അർജുന്റെ രക്ഷാദൌത്യത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഈശ്വർ മാൽപേ തുടങ്ങിയവർ അനുഗമിച്ചിരുന്നു. അർജുന്റെ ഇളയ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമായിരുന്നു ആംബുലൻസിൽ ഒപ്പമുണ്ടായിരുന്നത്. ഇവിടെ നിന്നും, അതായത് കണ്ണാടിക്കൽ ടൗണിൽ നിന്നും 1.5 കിലോമീറ്ററിലോളം ദൂരമുള്ള ഈ വീട്ടിലേക്ക് കാൽനടയായി ആളുകൾ മുന്നിൽ വിലാപയാത്രയായി നടന്നുകൊണ്ട് ആംബുലൻസിലാണ് അർജുന്റെ മൃതദേഹം എത്തിച്ചത്. അതിന് നേതൃത്വം നൽകിയത് വനമന്ത്രി AK ശശീന്ദ്രൻ ആ വിലാപയാത്ര മുൻപിലായി നടന്നു. ഒപ്പം തന്നെ MP ഷാഫി പറമ്പിൽ, MLA മാരായ T സിദ്ദിഖ്, തോട്ടത്തിൽ രവീന്ദ്രൻ, സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ് അടക്കമുള്ള MLA മാർ, KK രമ അടക്കമുള്ളവർ അതിനോടൊപ്പം നിന്ന് കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അടക്കമുള്ളവരുണ്ടായിരുന്നു. പിന്നീടാണ് ഈ വീട്ടുമുറ്റത്തേക്ക് ഭൗതികദേഹം എത്തിച്ചത്. വലിയ ജനസഞ്ചയമായിരുന്നു ഈ വിലാപയാത്രയിൽ പങ്കെടുത്തത്. അവരെ നിയന്ത്രിക്കാൻ പോലീസിനും വളണ്ടിയർമാർക്കും നന്നേ പാടുപെടേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനുശേഷം ഈ വീട്ടുമുറ്റത്ത് എത്തിച്ചു. ഇവിടെ ആ സമയത്ത് തന്നെ തിങ്ങിക്കൂടിയ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. അവർക്കിടയിലൂടെ വീട്ടിനകത്തേക്ക് ഭൗതികദേഹം എത്തിച്ചു. അവിടെയാണ് വീട്ടുകാർക്ക് അന്തിമോപചാരം അർപ്പിക്കാനും മറ്റ് ചടങ്ങുകൾക്കുമെല്ലാം സംവിധാനം വീടിനകത്തായിരുന്നു ഒരുക്കിയിരുന്നത്. അവിടെ വെച്ചാണ് അർജുന്റെ പിതാവ് പ്രേമനും അമ്മ ഷീലയും, ഒപ്പം സഹോദരങ്ങളായ അഞ്ജുവും അഭിരാമിയും അഭിജിത്തും, ഒപ്പം സഹോദരി ഭർത്താവ് ജിതിനും അടങ്ങിയ കുടുംബം അന്തിമോപചാരം അർപ്പിച്ചത്. ഭാര്യ കൃഷ്ണപ്രിയയും മകൻ അയാൻ കൃഷ്ണയും അർജുന് അന്ത്യചുംബനം നൽകി. അതിനുശേഷമാണ് വീട്ടുമുറ്റത്ത് തയ്യാറാക്കിയ പന്തലിൽ ഈ ഭൗതികദേഹം വെച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി റീത്ത് സമർപ്പിക്കപ്പെട്ടു. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് വേണ്ടി കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലാണ് ഈ റീത്ത് സമർപ്പിച്ചത്. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി റീത്ത് സമർപ്പിക്കപ്പെട്ടു. CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ അടക്കമുള്ളവർ, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള, MT രമേശ് അടക്കമുള്ള നേതാക്കൾ, ഒപ്പം തന്നെ മന്ത്രിമാരായ AK ശശീന്ദ്രൻ, KB ഗണേഷ് കുമാർ, MLA മാർ, MP MK രാഘവൻ, ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ MP തുടങ്ങിയ എല്ലാവരും ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ സാധാരണക്കാർ വരെ എത്തി. ഇവിടെ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ അർജുൻ്റെ ഭൗതികദേഹം ചിതയിലേക്ക് എടുക്കുന്നതിന് മുൻപ് ഏറ്റവും കരളലിയിപ്പിക്കുന്ന ഒരു രംഗമുണ്ടായത് അർജുൻ്റെ 2.5 വയസ്സുള്ള മകൻ അയാൻ കൃഷ്ണ ഈ ചടങ്ങുകൾക്ക് തയ്യാറെടുക്കുന്ന വേളയിൽ ആ കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ ആ കുട്ടി വാവിട്ട് നിലവിളിക്കുന്നു. തൻ്റെ പിതാവ് ഇനി ഒപ്പമില്ല എന്ന് തിരിച്ചറിഞ്ഞതിനാലാണോ എന്നറിയില്ല. പക്ഷേ അത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയായി, ആരുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അതിനുശേഷമാണ് അർജുൻ ഒപ്പം തന്നെ ഭാര്യ കൃഷ്ണപ്രിയയും മകൻ അയാൻ കൃഷ്ണയും കഴിയാറുള്ള ആ മുറിക്ക് ചാരെ വലതുവശത്തായി അർജുന് ഈ അന്തിമമായ അന്ത്യനിദ്രയ്ക്കുള്ള സ്ഥലം, സൗകര്യം ഐവർ മഠത്തിലെ പരികർമ്മികൾ ഒരുക്കിയത്. അവിടെയാണ് അർജുന് ചിതയൊരുക്കിയത്.
ചിതയിൽ ചടങ്ങുകൾ, മതപരമായ പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ നടന്നു. ആ ചിതയൊരുക്കുന്നതിന് മുന്നോടിയായി തന്നെ നടന്നു. പിന്നീട് ആ ചിതയിലേക്ക് സഹോദരൻ അഭിജിത്ത്, ഇളയ സഹോദരൻ അഭിജിത്ത് അഗ്നിനാളം പകർന്നതോടുകൂടി ആ അഗ്നിനാളങ്ങൾ മലയാളിയുടെ പ്രിയപ്പെട്ട അർജുനെ ഏറ്റുവാങ്ങുകയായിരുന്നു. മലയാളി 72 ദിവസം പ്രാർത്ഥനയോടെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്ത് ഒരു പ്രതീക്ഷയോടെ കാത്തിരുന്ന അർജുൻ ഒരു ചേതനയേറ്റ ശരീരമായി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് വന്നു കയറുന്നു. ഒടുവിൽ കണ്ണാടിക്കലിലെ വീട്ടിലെ തൻ്റെ മുറിയോട് ചേർന്ന് അന്ത്യനിദ്രയിലേക്ക് കടക്കുകയാണ്. അഗ്നിനാളങ്ങൾ അർജുനെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. അർജുൻ ഇനി ദീപ്തമായ ഒരു ഓർമ്മയായി മാത്രം അവശേഷിക്കുകയാണ്. തീർച്ചയായും ഇനി ഒരു ഓർമ്മ മാത്രമാണ് അർജുൻ. കേരളക്കരയൊട്ടാകെ ഏറ്റെടുത്ത അർജുനെ ഇപ്പോൾ യാത്രയായിരിക്കുകയാണ്. നമുക്കിപ്പോൾ മറ്റൊരു കാര്യം, നമ്മളോടൊപ്പം ജോസഫുണ്ട്. ഈ ഒരു ഷിരൂർ ദൗത്യത്തിലുടനീളം നമുക്ക് കൃത്യമായി ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ തന്നത് ജോസഫായിരുന്നു. ജോസഫ് എങ്ങനെ ഓർക്കുന്നു ആ കറുത്ത ദിനങ്ങൾ? അതായത് ഓരോ ദിവസവും ഇന്ന് ലഭിക്കും, നാളെ ലഭിക്കും, അങ്ങനെ പ്രതീക്ഷകളുള്ള കുറേ ദിവസങ്ങൾ, എന്നിട്ടും പല ദിവസങ്ങളിലും നിരാശയോടെ മടങ്ങേണ്ടി വന്ന ദിവസങ്ങൾ. ഒരു ദിവസം പെട്ടെന്ന് അറിയുന്നു ഇത് ഈ പുഴയ്ക്കടിയിൽ അർജുനുണ്ട് എന്നുള്ളത്. അവസാനം അതും സാധിക്കുന്നില്ല, അവിടെയും വെല്ലുവിളികൾ. എങ്ങനെയുണ്ടായിരുന്നു ആ കറുത്ത ദിനങ്ങൾ? എങ്ങനെ ഓർക്കുന്നു? ജോസഫ് അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളോടൊപ്പം ചേരും. ജോസഫായിരുന്നു ഷിരൂരിൽ നിന്ന് നമുക്ക് കൃത്യമായി ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളുടെ വിവരങ്ങളെല്ലാം ലഭിച്ചത്. നമുക്ക് റിയാസിലേക്ക് തന്നെ വരാം. റിയാസ്, ഇനിയും ഈ ആ ഒരു കുടുംബത്തിൻ്റെ ആകെ ഒരു അത്താണിയായിരുന്നു ഇപ്പോൾ ഈ നഷ്ടപ്പെട്ട്, ഇപ്പോൾ ചേതനയേറ്റ് വീട്ടിലെത്തിയതിന് ശേഷം ഇപ്പോൾ മൺമറഞ്ഞ് ധൂളിയായി മാറി, ധൂമമായി മാറിക്കഴിഞ്ഞു അർജുൻ. ഇപ്പോൾ ഇനിയും ആ കുടുംബത്തിനും ഏറെ പ്രതീക്ഷകളോടെ തന്നെയായിരുന്നു കുടുംബം. പിന്നെയും കാണാതായിരുന്ന സമയങ്ങളിൽ പോലും വീണ്ടും പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്നു. എന്നാൽ അവസാനം ചേതനയേറ്റ ശരീരമായി മാത്രം വന്നു ചേർന്നിരിക്കുകയാണ്. ഇനിയും ആ കുടുംബത്തിനും, ഇനി ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്താണ്? എങ്ങനെയാണ് ഇനി ആ കുടുംബം മുന്നോട്ടെന്നുള്ളതെല്ലാം ചോദ്യമുണ്ട്. എന്തായാലും കുടുംബത്തിനിപ്പം അർജുൻ്റെ ഭാര്യയ്ക്കും ഇപ്പോൾ സ്വന്തമായൊരു ജോലിയുണ്ട്, മുന്നോട്ട് പോകാനാകും. എന്തായാലും ഒരു അത്താണി തന്നെയായിരുന്നു അർജുൻ, അല്ലേ റിയാസ്? തീർച്ചയായും കാളിദാസ്, കാരണം ഈ കുടുംബത്തെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. കാരണം അർജുനായിരുന്നു ഈ കുടുംബത്തിൻ്റെ എല്ലാ അത്താണിയും എന്ന് പറയുന്നത്. അച്ഛൻ പ്രേമൻ പാൽ വിറ്റും പശുക്കളെ പോറ്റിയുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് അച്ഛന് വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടിയാണ് അർജുൻ ഈ കുടുംബഭാരം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വന്നത്. അങ്ങനെയാണ് സഹോദരങ്ങളായ അഞ്ജുവിനെയും അഭിരാമിയെയും അഭിജിത്തിനെയും അർജുൻ പഠിപ്പിക്കാനായി, അച്ഛനെ സഹായിക്കാനായി ജോലിക്ക് പോകുന്നു. ആദ്യം വിവിധ ജോലികൾ എടുക്കുന്നു. പഠിക്കുമ്പോൾ തന്നെ ന്യൂസ് പേപ്പർ ബോയിയായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അർജുനുണ്ടായിരുന്നത്. അതിനുശേഷം ടെക്സ്റ്റൈൽ ഷോപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്, മറ്റ് ജോലികൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഈ ലോറി ഡ്രൈവർ എന്ന തൊഴിലേക്ക് എത്തുന്നത്. അവിടെയും അഹോരാത്രം ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അർജുൻ. അങ്ങനെ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ കണ്ട വീട് ഉൾപ്പെടെ പണിയുന്നതിൽ അർജുൻ്റെ വിയർപ്പിൻ്റെ പങ്ക് ഏറെ വലുതാണ്. മാത്രമല്ല അർജുൻ സ്വന്തം അധ്വാനം കൊണ്ട് വീടിന് തൊട്ടരികിലായി സ്ഥലം വാങ്ങിയിരുന്നു. ആ സ്ഥലത്തോടും വീടിനോടും ചേർന്നാണ് ഇപ്പോൾ അർജുൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അർജുൻ്റെ ചിതയൊരുക്കിയത് അവിടെയാണ്. ഇനിയിപ്പോൾ ചോദ്യചിഹ്നമായി ഉയരുന്നത് അർജുൻ്റെ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം തന്നെയാണ്. കാരണം അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയുണ്ട്. കൃഷ്ണപ്രിയയ്ക്ക് സർക്കാർ സെപ്റ്റംബർ 2-ന് സഹകരണ ബാങ്കിൽ, വെങ്ങരി സഹകരണ ബാങ്കിൽ ജോലി നൽകിയിരുന്നു. അത് പ്രധാനമായും നേരത്തെ അർജുനെ കാണാതായത് മുതൽ ആ തിരച്ചിൽ നീളുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ കുടുംബത്തിൻ്റെ ഉപജീവനം വലിയ ചോദ്യചിഹ്നമായി നിന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഒരു ഭാര്യ കൃഷ്ണപ്രിയയുടെ ഒരു ജോലി തന്നെയാണ് ഇപ്പോൾ ആ ഒരു കുടുംബത്തിന് അത്താണി എന്ന് തന്നെ പറയണം. എന്തായാലും അർജുനെ നഷ്ടമായി, അർജുൻ ഓർമ്മയായി. എന്തായാലും നല്ല രീതിയിൽ ആ കുടുംബം, ഇനിയും മകനുണ്ട്, മകൻ്റെ ഭാവിയും എല്ലാം ഓർത്ത് നല്ല രീതിയിൽ ആ കുടുംബത്തിന് മുന്നോട്ട് പോകാനാകട്ടെ. ഈ ഒരു ഓർമ്മകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും ഒരു പ്രചോദനമായി തന്നെ എന്തായാലും മുന്നോട്ട് പോകാനാകട്ടെ. നമ്മളോടൊപ്പം എന്തായാലും ജോസഫുണ്ട്. ഈ ഒരു ഷിരൂർ ദൗത്യത്തിലുടനീളം ഷിരൂരിൽ ഉണ്ടായിരുന്നു, കണ്ടിരുന്നു ആ ദിവസങ്ങൾ.
ആ തെരച്ചിൽ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ നടന്നു, എന്തൊക്കെ വെല്ലുവിളികൾ സൃഷ്ടിച്ചു, എങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ അവിടെ വലിയൊരു വില്ലനായി മാറിയത്